അതുപോലെ എന്നും നേർവഴി തന്നെ ആയിരിക്കണം നിന്റെ ലക്ഷ്യവും. ഉറപ്പായും ചെയ്തോട്ടെ. അതെ, അഭിയോടും പ്രതാപനോടും പറയണം. അഭി വീട്ടിലുണ്ടായിരുന്നില്ല അമ്മേ. അങ്കിളിനോട് ഞാൻ പിന്നെ വിളിച്ചു പറഞ്ഞോളാം. തൽക്കാലം ഞാൻ അവിടേക്ക് പോകുന്നില്ല. വേണ്ട, ആ അമ്പാലിയുടെ കൺവെട്ടത്തോട് നീ പോകാതിരിക്കുന്നത് നല്ലത്. ആദ്യം ഒരു മനുഷ്യ സ്ത്രീയായിട്ട് തിരിച്ചു വരട്ടെ. ശരിക്കും ആ അമ്പാലികാന്റി വേണം നിന്നെ യൂണിഫോമിൽ കാണാൻ. എന്നാലേ അവരുടെ അഹങ്കാരത്തിന് ഒരല്പം കുറവുണ്ടാവും. പോട്ടമായേ, ഒരു നല്ല കാര്യത്തിനിടയിൽ ശകുനം മുടക്കികളുടെ പേര് പോലും പറയാൻ പാടില്ല. ഉണ്ടായിരുന്നു. അല്ലമ്മേ, ഇന്നലെ ആ മോഹൻ മാമന്റെ മോളുടെ കല്യാണം. അല്ല, ഞാൻ ശകനം മുടക്കികളുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഓർത്തു പോയതാ. അതൊക്കെ നമ്മൾ വിട്ട കേസ്. നീ ഐശ്വര്യമായിട്ട് ഭാവന കണ്ടോ? ശരിയേട്ടാ. അതെ, ഭാവനയെ വിളിച്ചിട്ട് വേണം പോവാൻ. അല്ലെങ്കിൽ ചിലപ്പോ സൂര്യയുടെ കൂടെ പുറത്തോട്ട് വല്ലതും പോകും. എന്നാ അമ്മ തന്നെ ചേച്ചിയോടൊന്ന് വിളിച്ചു പറഞ്ഞേരെ. ഞാൻ എപ്പോഴൊക്കെ റെഡിയാ വരാം. ശരി, വാ. ഇങ്ങതാ. നടക്ക്. സേതോട്ടാ, ഭാരത്തിന്റെ മുമ്പിലേക്കൊന്നും അടിപിടി കേസുമായിട്ട് പോയി നിന്നേക്കരുത്, നാണക്കേടാ. അത് നിനക്ക്. എടി, യൂണിഫോം ഇട്ട് എന്റെ അനിയന്റെ മുന്നിൽ ഇങ്ങനെ കയ്യും കെട്ടി നിൽക്കാൻ എനിക്ക് അഭിമാനമേ ഉള്ളൂ. എന്നാലും പോലീസ് സ്റ്റേഷനിൽ ചേട്ടൻ കേറാതിരിക്കരുത് കേട്ടോ. എടി, അതൊരു സർക്കാർ ഓഫീസല്ലേ. ഇടയ്ക്കിടയ്ക്ക് പോയില്ലെങ്കിൽ എനിക്കൊരു ത്രില്ല് കിട്ടത്തില്ല. രണ്ടിന്റെ ഒരു ഉപദേശം. നീ മനസ്സോട് വല്ലതും ചോദിച്ചോ? ഇല്ല ദേവേട്ടാ, ഞാൻ പോയിട്ട് ഇപ്പൊ എന്ത് ചോദിക്കാനാ? നമ്മൾ ചോദിക്കുന്നതിനൊക്കെ ഒരു മര്യാദയില്ലേ? ഇതൊന്നും അങ്ങനെ വിട്ടാ പറ്റില്ല ജയ. ഈ വീട്ടിൽ കാണിക്കേണ്ട ഒരു മര്യാദ അവൾക്കും വേണ്ടേ? നീ തന്നെ മനസ്സോട് സംസാരിക്കണം. സംസാരിക്കാതെ ശരിയാവില്ല. രാത്രി നമ്മുടെ മുന്നിൽ വെച്ച് സംസാരിച്ച് പുറത്താക്കുക, രാവിലെ നോക്കുമ്പോ അവളുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വരിക.